ഖബർ വിശാലമാക്കണേ എന്ന് വേർന്നപ്പോൾ ഓൽക്കൊരു ബേജാറ്, മൂടുകല്ല് താഴെ പോകുക അല്ലേ? ഖബറിന് ഇങ്ങനെ മേലെ കല്ല് വെച്ചിട്ടില്ലേ? ഖബർ വിശാലമാക്കിയാൽ കല്ല് താഴെ പോകൂലേ നമ്മളെ? ഇപ്പത്തെ കുട്ടികളെ പുതിയ ചോദ്യമാണ്. നാളെ ഒരു പെൺകുട്ടികളെ ക്ലാസ്സിൽ, പെൺകുട്ടികളൊരു ക്ലാസ്സിൽ ഒരു പെൺകുട്ടിയെ എന്നിട്ട് ചോദിച്ചു, സാധേ ഖബർ വിശാലമാക്കാന്ന് പറഞ്ഞാൽ ഖബർ വിശാലമായാൽ ഈ മൂടുകാലൊക്കെ പല താഴേക്ക് വേണ്ടി നമ്മളെ ശരീരത്തിൽ പോകൂലെന്ന്. അതാ എവിടുന്ന അവർക്ക് ചോദിക്കണത്? ഇതൊക്കെ എക്സ് മുസ്ലിം എന്നുള്ള ഒരു കൂട്ടം ആൾക്കാർ ഇവരൊക്കെ ഉണ്ടാക്കിയെടുക്കണ ചോദ്യം. അപ്പൊ ഞാൻ ആ പെൺകുട്ടിനോട് പറഞ്ഞു, പടച്ചോനെ നിങ്ങളൊക്കെ ഗർഭിണികളാകുമ്പോ കുട്ടിക്ക് കിടക്കാൻ അള്ളാഹു ഗർഭാശയം വിശാലമാക്കട്ടെ. അപ്പൊ ആ കുട്ടി ആമീമ. അപ്പൊ എന്റെ ഗർഭാശയം വിശാലമായ പള്ള പൊട്ടിപ്പോകില്ല ചോദിച്ചു. അപ്പോഴാണ് വിശാലമാക്കലിന് ഏതൊക്കെ അർത്ഥമുണ്ടെന്ന് ചിന്തിക്കേണ്ടത്. കുട്ടി ഗർഭാശയത്തിൽ കിടക്കണം 4-ാം മാസം, അതിനേക്കാൾ വിശാലമായി 6-ാം മാസം, അതിനേക്കാൾ വിശാലമായി 8-ാം മാസം, അതിനേക്കാൾ വിശാലമായി 9-ാം മാസം. നോക്കുമ്പോൾ ഗർഭാശയത്തിൽ 2 കുട്ടികൾ. അപ്പൊ കുറച്ചും കൂടി വിശാലമായി. ഗർഭാശയം വിശാലാകുന്നതിനനുസരിച്ച് വയറു പൊട്ടിയോ? എന്നാ ഖബർ വിശാലമാകുമ്പോഴേ ഒന്ന് മനസ്സിലാക്കി വെച്ചു. യുക്തി ചോദ്യം ഇന്നേറെ കൂടുതലാണ്. അതിനെല്ലാവർക്കും നല്ല ഉഷാറുമാണ്. ഇവിടെ എത്ര ആൾക്കാരാണ് പുതിയ വാദഗതിക്കാരുമായിട്ട് അല്ലേ? അല്ലോ, പാർട്ടി മാറിയിട്ട് പുതിയ ബിദ്അത്തിനൊക്കെ ചേരുമ്പോൾ നോക്കിക്കോളി, ഖബറാകുന്ന വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് ഒരു സലാം കിട്ടൂല, ഒരു ആമീൻ കിട്ടൂല, ഒരു ഹറഫ് ഖുർആൻ കേൾക്കാൻ കഴിയൂല. അടുത്തടുത്ത് ഖബറുണ്ട്. ഈ ഖബറിലൊക്കെ ഖുർആൻ ഇങ്ങനെ വരും, അപ്പുറത്തെ ഖബറിലൊക്കെ ഖുർആൻ ഒരു വാസനയും കൂടി കിട്ടൂല. എന്തുകൊണ്ട്? ഇത് വഹാബി, അത് ജമാഅത്ത്, ഇത് സുന്നത്തി ജമാഅത്ത്. മനസ്സിലാക്കണം. ഖബറിലെ സ്ഥിതി എന്താന്ന് അറിയങ്ങള്? മാപ്പിളയും പെണ്ണുങ്ങളും കെട്ടിപ്പിടിച്ച് അടുത്ത് കിടക്കാണ്. അല്ലാഹു റബ്ബി, പെണ്ണുങ്ങൾ രാത്രി സ്വപ്നം കണ്ട്, പെണ്ണുങ്ങൾ രാത്രി സ്വപ്നം കണ്ടിട്ട് ഒരു ആന വരിക, എന്നിട്ട് ഇവളെ ചവിട്ടുക, അതൊക്കെ ഓള് പേടിക്കുക, കരയുക, ബാക്കിയുള്ളതൊക്കെ. ഭർത്താവ് വല്ല വിവരം അറിയുന്നുണ്ടോ? എന്നാ പിന്നെ ഖബർ അടുത്തടുത്ത് ഖബറുണ്ട്. അവിടുത്തെ ലോകം വേറെയാണ്. അത് റൂഹിന്റെ ലോകമാണ്. അവിടുത്തെ വെച്ചുകൊണ്ട് ഇവിടെ കളിക്കണ്ട. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, താജുൽ ഉലമ ഉപ്പാപ്പ എത്രയാണ് നമുക്ക് കാണിച്ചു തന്നത്? അസ്മാഉൽ ഹുസ്ന എത്രയാണ് ഉപ്പാപ്പ ചൊല്ലി തീർത്തത്? കോടികൾ. ഓ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആന്റെ പാരായണം ഉപ്പാപ്പ എത്രയാണ് ഓതിയത്? ആയിരക്കണക്കിന്. ഉപ്പാപ്പാന്റെ ഖബറിലേക്ക് യാത്രയാകുമ്പോൾ എത്ര ഖുർആൻ ഖത്തം തീർത്തതുമായിട്ടാണ് പോയിട്ടുള്ളത്. ഓർത്തു നോക്കൂ സഹോദരന്മാരെ. 15-ാമത്തെ വയസ്സിൽ ഉപ്പാപ്പ ദർസിൽ പഠിക്കുന്ന സമയത്ത് ഖുർആൻ 30 മനഃപ്പാഠമാക്കിയിട്ട് അന്ന് മുതൽക്ക് ഓതാൻ തുടങ്ങിയിരിക്കുന്ന ഖുർആന്റെ ഖത്തമുകൾ റമദാനിൽ, എല്ലാ റമദാനിലും 15 ഖത്തം തീർക്കും. 2 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം. ഒരു റമദാനിൽ ഉപ്പാപ്പാക്ക് 13 ഖത്തമേ തീർന്നുള്ളൂ. അന്ന് ഉപ്പാപ്പ എത്രയാണ് കരഞ്ഞത്? ഓ പ്രിയപ്പെട്ടവരെ, റബ്ബിന് മുമ്പിൽ കരയണം വല്ലാതെ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളോട്, താജുൽ ഉലമ ഉപ്പാപ്പയെ നമ്മൾ പഠിക്കുക. ഉപ്പാപ്പ എത്രയാണ് കരഞ്ഞത്? നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീരിന്റെ ഒരു വില നമ്മൾ മനസ്സിലാക്കണം. അത് എത്രയാണ് ഇതിന്റെ മൂല്യം? കണ്ണീരിന്റെ മൂല്യം എത്രയാണ്? നമ്മുടെ കയ്യിൽ അല്ലാഹു തആല തന്നിരിക്കുന്ന നിധിയാണ് കണ്ണുനീര്. കണ്ണുനീരാകുന്ന നിധി, അതിന്റെ ഒരു ശക്തി എത്രയാണ്? ഫയർ ഫോഴ്സ് കണ്ടില്ലേ നിങ്ങൾ? അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണു. ആളിക്കത്തുന്ന തീ, ഫയർ ഫോഴ്സ് ഇങ്ങോട്ട് വന്നിട്ട് തീ കെടുത്താണ്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നരകത്തിന്റെ ചൂടൊന്ന് ഓർത്തു നോക്കൂ. ആ തീ കെടുത്താൻ ആർക്കാണ് കഴിയുക? ഒരു സിഗരറ്റ് വലിക്കണ സമയത്ത് നമ്മൾ സിഗരറ്റ് ഒന്ന് തല മാറി വലിച്ചു, എന്താ സ്ഥിതിയാവുക? എങ്ങനെ ഉണ്ടാവും? ആ തീയുള്ള ഭാഗമാണ് പിന്നെ വലിച്ചത് അല്ലേ? ഒരു സെക്കൻഡ് സിഗരറ്റ് ഒന്ന് തല മാറി വലിച്ച് തീ എന്തായി? ചുണ്ട് പൊള്ളി, പുറത്തിറങ്ങാൻ പറ്റില്ല. മനുഷ്യനോട് പറയാൻ പറ്റുമോ സിഗരറ്റ് തല മാറി വലിച്ചു? സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഒരു സിഗരറ്റ് മേൽ എത്രയാണ് തീയുള്ളത്? അതിന്റെ എത്ര കോടി ഇരട്ടിയാണ് ദുനിയാവിന്റെ തീ? അതിന്റെ എത്ര കോടി ഇരട്ടിയാണ് നരകത്തിന്റെ തീ? എങ്കിൽ ആ നരകത്തിന്റെ തീ കെടുത്തിക്കളയാൻ പറ്റുന്ന ഒരു ഫയർ ഫോഴ്സ്, അത് നമ്മുടെ കണ്ണിൽ അല്ലാഹു തആല തന്ന കണ്ണുനീരാണ്. ആ കണ്ണുനീർ ഉറ്റിക്കോ.
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞിട്ടുണ്ട്, മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ കരഞ്ഞിട്ടുണ്ട്. കരയാത്ത ഒരു വലിയും കരയാത്ത ഒരു നബിയും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ആരൊക്കെ കണ്ണീരൊഴുക്കിയോ അവർക്കൊക്കെ പരലോക മോക്ഷം സ്വർഗം കിട്ടിയിട്ടുണ്ട്. സുബ്ഹാന ജല്ല ജലാലു. ഒരു സംഭവം പറയട്ടെ, ബൈഅത്തുൽ റിദ്വാൻ സംഭവം നടക്കാണ്. ബൈഅത്തുൽ റിദ്വാൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? 84 സ്വഹാബാക്കളും നബിതങ്ങളും ഒരു മരത്തിന്റെ തണലിൽ ഒരുമിച്ച് കൂടിയിരുന്നു. റസൂലുള്ളാഹിന്റെ ചുറ്റുഭാഗത്തിരുന്നു കൊണ്ട് സ്വഹാബാക്കൾ ബൈഅത്ത് ചെയ്യുകയാണ്. സ്വഹാബാക്കൾ ബൈഅത്ത് ചെയ്യാൻ മുത്തനബിന്റെ കയ്യിൽ പിടിച്ചൊരു ഷഹാദത്തി കലിമ ചൊല്ലിക്കൊണ്ട് ബൈഅത്ത് ചെയ്തു. ഒരു മരത്തിന്റെ തണലിലാണ് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സ്വഹാബാക്കൾ ബൈഅത്ത് ചെയ്തു. അടുത്താള് ആ ബൈഅത്ത് ചെയ്യുന്ന സ്വഹാബാക്കൾക്ക് തണലിട്ട് കൊടുത്തുകൊണ്ട് അല്ലാഹ് ആ മരത്തിന്റെ ഒരു വല്ലാത്ത സന്തോഷം. ഈ നബിതങ്ങൾക്കും സ്വഹാബാക്കൾക്കും തണലിട്ട് കൊടുക്കാൻ ആ മരം. യാ റബ്ബ് യാ റബ്ബ്. 83 സ്വഹാബാക്കളും ബൈഅത്ത് ചെയ്തു. 83 സ്വഹാബാക്കളും ബൈഅത്ത് ചെയ്തു. 84ാമത് ബൈഅത്തിന് വേണ്ടി എഴുന്നേറ്റ സ്വഹാബി ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. പഴന്ന് മതിയാക്കാനായ മട്ടുണ്ട്. തങ്ങന്മാരും മറ്റുമൊക്കെ റെഡിയാക്കണം ഇൻഷാ അല്ലാഹ്. അല്ല നിങ്ങൾ വരുന്നേ വരെയല്ലോ പറയണ്ടേ? യാ റബ്ബ് യാ റബ്ബ്. വലിയ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. മലേഷ്യയില് മലേഷ്യയിൽ ഷാഹുൽ ഹമീദ് സാഹിബ് പ്രസിദ്ധനായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രധാനിയാണ്. അല്ലാഹുവേ അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ബഹുമാനപ്പെട്ട കുറത്തങ്ങൾ അല്ലാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഉപ്പാപ്പയൊക്കെ അവിടെ പോയ സമയത്തടക്കം എല്ലാ സംഗതിയും എല്ലാ ഉറൂസിനും താജുൽ ഉലമ ഉപ്പാപ്പയുടെ അന്ന് മുതൽക്കേ എല്ലാ സഹായവും ചെയ്യുന്ന അദ്ദേഹം വഫാത്തായി എന്നുള്ള വാർത്തയാണ് ഇപ്പൊ കിട്ടിയത്. നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, നീ മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്, നീ ദർജ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അഹ്ലു ബൈത്തിനെ മഹബത്ത് വെച്ച, ഉപ്പാപ്പാനെ മഹബത്ത് വെച്ച, ഖുറാത്തങ്ങളെ മഹബത്ത് വെച്ച ആ മഹബത്തിന്റെ ഫലം അദ്ദേഹത്തിന്റെ ബർസഖി ലോകത്ത് നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഒന്ന് പറയാം. അപ്പോ എന്തേ പറഞ്ഞു നമ്മള് ഇവിടെപ്പോ ഇത് കുടിക്കാൻ പറ്റുമോ? തങ്ങളെ കൈകൊണ്ടായിക്കോട്ടെ. അതാ തങ്ങൾ പറഞ്ഞത്. അതന്നെ, അല്ലാഹു ഖൈർ തരട്ടെ. അപ്പോ ഹബീബായ മുഹമ്മദ് മുസ്തഫ എന്തേ നമ്മൾ പറഞ്ഞതിന് വയല് ആളുകൾ ഒപ്പുണ്ടായാലേ ബൈഅത്തുൽ റിദ്വാൻ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നബിതങ്ങളും 84 സ്വഹാബാക്കളും ഇരിക്കുകയാണ്. നബിതങ്ങളെ കയ്യിൽ കൈവച്ചിട്ട് അവരൊക്കെ ഷഹാദത്തി കലിമ ചൊല്ലി മുത്തനബിയായിട്ട് ബൈഅത്ത് ചെയ്യാണ്. 83 സ്വഹാബാക്കളെ ബൈഅത്ത് കഴിഞ്ഞു. 84ാമത്തെ സ്വഹാബി ബൈഅത്തിന് വേണ്ടി എഴുന്നേറ്റ് നബിതങ്ങളെ കയ്യിലേക്ക് കൈ വെക്കാൻ വേണ്ടി ഇങ്ങനെ ഉയർത്തി. റസൂലുള്ളാഹിന്റെ കയ്യും മൂപ്പരെ കയ്യും ഇങ്ങനെ അടുത്തെത്തിയപ്പോ ഉഖബത്ത് ഇബ്നു ആമിർ തങ്ങൾ ഒറ്റ കാര്യം അന്വേഷിച്ചു, നബിയേ ഈ ബൈഅത്ത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന നേട്ടം എന്താണാവോ നബിയേ? വളരെ മഹബത്തിൽ അദ്ദേഹം ചോദിക്കാണ്, ഈ ബൈഅത്ത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ കിട്ടാൻ പോകുന്ന വിജയം എന്താണാവോ നബിയേ? അതാണ് ചോദിച്ചപ്പോൾ ത്വാഹ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞു ഉഖബത്ത് ഇബ്നു ആമിർ തങ്ങളോട്, ബൈഅത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും കിട്ടാൻ പോകുന്ന വിജയം ദുഖൂലുൽ ജന്ന, നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാം, അത് തന്നെയാണ് ലാഭം. നമുക്ക് സ്വർഗത്തിൽ ഒത്തുചേരാം, അതാണ് നമ്മുടെ നേട്ടം. സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് താമസിക്കാം, അതാണ് നമ്മുടെ വിജയം. അത് റസൂലുള്ളാഹിന്റെ നാവിൽ നിന്നാണ് പറഞ്ഞു തീർന്നപ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് കണ്ണുനീരിങ്ങനെ വന്നു. മുകൾ ഭാഗത്ത് നിന്ന് കണ്ണുനീരിങ്ങനെ വന്നു. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കി, ആരാണ് കരയുന്നത്? നോക്കുമ്പോൾ നബിതങ്ങൾക്കും സ്വഹാബാക്കൾക്കും തണലിട്ട് കൊടുത്തിരിക്കുന്ന ആ വൃക്ഷം, ആ മരം കരയുകയാണ്. ആ മരം കരഞ്ഞിട്ട് കണ്ണുനീരുറ്റി വീഴുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ നോക്കിയിട്ട് ചോദിച്ചു, മാലക്കി നിനക്ക് എന്ത് പറ്റി?
ആ മരത്തോട് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നതിന് മാലക്കി നിനക്ക് എന്തു പറ്റി? ആ സമയത്ത് മരം മുത്തനബിയോട് സംസാരിച്ചു, നബിയേ, നിങ്ങളെല്ലാവരും എന്റെ ഈ താഴത്ത് നിങ്ങൾ ഇരുന്നപ്പോ, ഈ മണലിൽ നിങ്ങൾ ഇരിക്കുമ്പോ നിങ്ങൾക്ക് തണലിട്ട് തരാൻ എനിക്ക് എന്റെ ജീവിതത്തിൽ എന്തൊരു ഭാഗ്യമാണ് കിട്ടിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും തണലിട്ട് തരാൻ എനിക്ക് സാധിച്ചല്ലോ. പക്ഷേ നിങ്ങൾ 84 ആളും റസൂലുള്ളാഹിയും നിങ്ങൾ ഇവിടുന്ന് പിരിയുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ പിരിയുന്നത്? സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാം, ശാശ്വത സമാധാനത്തിന്റെ ലോകത്ത് ഒരുമിച്ച് കൂടാം. സ്വർഗം കണ്ടുകൊണ്ടാണ് നിങ്ങൾ പിരിയുന്നത്. ഞാൻ എന്തു ചെയ്യും നബിയേ? നിങ്ങളൊക്കെ പിരിഞ്ഞുപോയി, ഞാൻ ഇവിടെ വെയിൽ കൊണ്ട് ഉണങ്ങി, ഇലകളൊക്കെ കൊഴിഞ്ഞുപോയി, എന്നെ ആർക്കും വേണ്ടാതായി, ഞാനങ്ങ് നശിച്ചു പോവുകയല്ലേ. ഇത് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആ വൃക്ഷം കരഞ്ഞു. ആ കണ്ണുനീരാണ് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട്, നീ കരയണ്ട, അന്തിമിൻ അഹ്ലിൽ ജന്ന, അന്തിമിൻ അഹ്ലിൽ ജന്ന, നീയും സ്വർഗാവകാശിയാണ്. ഞങ്ങൾ മാത്രമല്ല സ്വർഗത്തിൽ ഞങ്ങൾക്ക് തണലിട്ട് തന്ന ഇതിനൊക്കെ സാക്ഷിയായ നീയും ഞങ്ങളോടൊപ്പം സ്വർഗത്തിലാണ്. കണ്ണുനീരിന്റെ വിലയാണ്, കണ്ണുനീരിന്റെ വിലയാണ്. ഈ കൂടിയിരിക്കുന്ന ഉമ്മപങ്ങന്മാർ, സഹോദരിമാരെ, കരയാത്ത ഒരു വലിയ, കരയാത്ത ഒരു നബി, കരയാത്ത ഒരു സ്വാലിഹ് കഴിഞ്ഞു പോയിട്ടില്ല ലോക ചരിത്രത്തിൽ. അള്ളാന്റെ മുമ്പിൽ കരയണം. ഫമാലി ഐനൈക ഇൻ ഖുൽതകഫു ഫഖമത വമാലി ഖൽബിക ഇൻ ഖുൽതസ്തഫിഖ് യഹിമി. മഹബ്ബത്തിന്റെ കണ്ണുനീര്. ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ബുർദ ഇങ്ങനെ ജരിക്കാൻ അള്ളാന്റെ റസൂലിന്റെ മദ്ഹ് ഓരോന്ന് മൂപ്പരെ മനസ്സിൽ ഇങ്ങനെ തേട്ടി നിൽക്കാൻ. ഒന്ന് എഴുതുമ്പോ അടുത്തത് കണ്ണിൽ നിന്ന് കുടുകൂടാ കണ്ണുനീർ. മൂപ്പര് കണ്ണുനീരിനോട് പറയും, കണ്ണേ ഒന്ന് അടങ്ങ്, ഞാനിത് എഴുതട്ടെ, കണ്ണേ ഒന്ന് സമാധാനിക്ക്. നിങ്ങളെ മദ്ഹ് ഇങ്ങനെ ആലോചിച്ചിട്ട് കണ്ണുനീര് വറ്റുന്നില്ല. مجف دمع سال من عينين لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മുത്തനബിന്റെ അടുത്തേക്ക് കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് എത്തി റസൂലുള്ളാഹിന്റെ മദീന അതിർത്തിയിൽ പോയിട്ട് അവിടെ നിന്നു. മുത്തനബി സമ്മതം തരട്ടെ, എന്നിട്ട് അങ്ങോട്ട് പോണം മുത്തനബിന്റെ നാട്ടിലേക്ക്. സമ്മതം കിട്ടി. ഉമർ ഖാദി തങ്ങളെ കൂടെ ഒരു ബറ്റാലിയൻ സ്വലാത്തും ചൊല്ലിക്കൊണ്ട് അങ്ങനെ റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ അങ്ങ് എത്തിയപ്പോഴേക്കും പൊട്ടിപ്പോയി. അത് മഹബത്തിന്റെ കണ്ണുനീരാണ്. കണ്ണുനീര് 10 വിധത്തിൽ കണ്ണുനീരുണ്ട്. 3 ആക്ഷേപിക്കപ്പെട്ട കണ്ണുനീരാണ്. ബുക്കാഉൽ കദിബ്, കള്ളക്കരച്ചിൽ. ബുക്കാഉൻ നിഫാഖ്, കാപ്പട്യത്തിന്റെ കരച്ചിൽ. ബുക്കാഉൻ നായിആത്ത്, വാടകക്കെടുത്തിട്ട് കരച്ചിൽ. അങ്ങനെയുണ്ട്. എല്ലാരും കരയുമ്പോ ഞാനായിട്ട് എങ്ങനെ കരയാതെക്കാന്ന് വിചാരിച്ചു. അതല്ല, പണ്ട് നായിആത്ത് എന്നിട്ട് മരിച്ചോടത്ത് കരയണ പെണ്ണുങ്ങളുണ്ട്. കരയാനായിട്ട് വാടക എടുക്കല, അതാ ഇസ്ലാം മരിച്ചോടത്ത് കരയരുത് എന്ന് പറഞ്ഞ നിരോധിച്ച കരച്ചിൽ. ബാക്കി 7 കണ്ണുനീരുണ്ട്. ബുക്കാഉൽ മഹബ്ബ, ബുക്കാഉൽ ഖൗഫ്, ബുക്കാഉർ റജ, ബുക്കാഉർ റഹ്മ. ഇങ്ങനെ 7 കണ്ണുനീരുണ്ട്. ആ കണ്ണുനീരിനൊക്കെ സ്വർഗം കിട്ടും. ആ മരം കരഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അന്തിമിൻ അഹ്ലിഹാ. ഒരു റിവായത്ത്, നീയും ആ സ്വർഗാവകാശിയാണ്. കരഞ്ഞിട്ട് കാര്യം നേടി എത്ര ആളുണ്ട്? മഹബ്ബത്തിന്റെ കണ്ണുനീര് എത്ര സ്ഥലത്ത് കാണാം. ബഹുമാനപ്പെട്ട ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ വീട്ടിൽ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിന ബീവിയും അബ്ദുള്ള എന്നിവരും വിവാഹമായപ്പോൾ അപ്പം കിട്ടിയ സമ്മാനമാണ് ഉമ്മു ഐമൻ. കറുത്ത വർഗ്ഗക്കാരിയായ അടിമ സ്ത്രീയാണ്. അല്ലാഹു റബ്ബി, അവിടുന്ന് ബഹുമാനപ്പെട്ട ഉമ്മു ആ വീട്ടിൽ വളർന്നു. റസൂലുള്ളാഹിക്ക് വയസ്സ് 25ആയി. ഖദീജ ബീവിനെ കല്യാണം കഴിച്ചു. റസൂലുള്ളാഹിന്റെ പ്രസവ ശുശ്രൂഷ എടുത്ത ഉമ്മയാണ് ആര്? ഉമ്മു ഐമൻ. ഖദീജ ബീബി റസൂലുള്ള വിവാഹമായി. ബഹുമാനപ്പെട്ട ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പ്രസവത്തിൽ, ആ പ്രസവത്തിനൊക്കെ ശുശ്രൂഷ ചെയ്ത ഉമ്മയാണ് ഉമ്മു ഐമൻ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിക്ക് മക്കളുണ്ടായി. റസൂലുള്ളാഹിന്റെ മക്കൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് 15 വയസ്സും 5 മാസവും. അപ്പോഴാണ് ആരെ കല്യാണം ആലോചിക്കുന്നത്? ഫാത്തിമ ബീബിനോട് റസൂലുള്ള പറഞ്ഞു, മോളെ ഫാത്തിമോ, എനിക്കൊരു കല്യാണം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു.
മക്കൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ കല്യാണം ഉണ്ടാക്കുമ്പോൾ വാപ്പാര് അവരോടും കൂടി ഒന്ന് ചോദിക്കണം. അല്ല നിങ്ങൾ പോയിട്ട് ഒരു പുതിയാപ്പളിനെ കണ്ടു വന്നുങ്ങാണ്ട് അതിനാണ് നിക്കാഹ് ചെയ്യലല്ല. മക്കളോടൊന്ന് പറയണം, ഞാൻ കണ്ട പുതിയാപ്പളകൾക്ക് പറ്റുമെങ്കിൽ മതി, അല്ലെങ്കിൽ കല്യാണം നടത്തൂരാണ് എന്നോ പറഞ്ഞാണ് എന്താക്കണ്ട, വാശി പിടിക്കാൻ നിൽക്കണ്ട. അങ്ങനെയല്ല നല്ലത്. റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമോനോട് ചോദിച്ചു, ഫാത്തിമോ മോൾക്കൊരു കല്യാണം ഉണ്ടാക്കട്ടെ ചോദിച്ചു. ഒന്നും മുണ്ടിയില്ല. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അലിയാരെയാണ് ഞാൻ പുതിയാപ്പളയായി കരുതുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഫാത്തിമാബിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പുഞ്ചിരി, മൗനം സമ്മതം. അതാണ് മൗനം സമ്മതം. അങ്ങനെയാ കല്യാണം ഉണ്ടാക്കുന്നത്. ആ കല്യാണത്തിൽ ഫാത്തിമ ബീവി പ്രസവിക്കുമ്പോൾ പ്രസവ ശുശ്രൂഷ എടുത്തത് ആരാ? ഉമ്മു ഐമൻ. ആ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പ്രായമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം വീട്ടിൽ വിശ്രമിക്കുന്ന കാലാണ്. സിദ്ദീഖ് തങ്ങളും ഉമർ ഖത്താബ് തങ്ങളും കൂടി ചർച്ച ചെയ്തു, നമുക്ക് രണ്ടുപേർക്കും ഉമ്മു ഐമനെ ഒന്ന് കാണാൻ പോകല്ലേ. റസൂലുള്ളാഹിയുമായി അത്ര ബന്ധപ്പെട്ട് നിൽക്കുന്ന കറുത്ത വർഗ്ഗക്കാരി അടിമ സ്ത്രീയായി വളർന്ന പെണ്ണാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, മഹബത്തിന്റെ വിജയം എത്രയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ചോദിച്ചു, മൻ സർറഹു അൻ യൻദുറ ഇല ഇംറഅത്തിൻ തംശി ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് നടക്കുന്ന ഒരു പെണ്ണിനെ നിങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് കാണണോ എന്ന് ചോദിച്ചു. സ്വഹാബാക്കളൊക്കെ അത്ഭുതപ്പെട്ടു. സ്വർഗ്ഗത്തേക്ക് പോണ പെണ്ണോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉമ്മു ഐമനെ നോക്കിക്കോ, അത് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന പെണ്ണാണ്. മറ്റൊരു സമയത്ത് റസൂലുള്ളാഹി സ്വഹാബാക്കളോട് ചോദിച്ചു, ദുനിയാവിൽ വെച്ചുകൊണ്ട് ഹൂറുൽ ലീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ആർക്കാ താല്പര്യമുള്ളത് എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബാക്കൾ സയ്യിദ് റളിയല്ലാഹു അൻഹു ഉടനെ എഴുന്നേറ്റു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ദുനിയാവിൽ വെച്ചുകൊണ്ട് ഹൂറുൽ ലീങ്ങളെ കാണണോ? ആ ഹൂറുൽ ലീങ്ങളിൽപ്പെട്ട പെണ്ണാണ് ഉമ്മു ഐമൻ മുഹമ്മദ് മുസ്തഫ. അതാണ് ഉമ്മു ഐമൻ. ആ ഉമ്മു ഐമനെ പ്രായമായ സമയത്ത് കാണാൻ പോകാൻ ആര്? സിദ്ദീഖ് തങ്ങളും ഉമർ ഖത്താബ് തങ്ങളും രണ്ടാളും കൂടി തീരുമാനിച്ചു നമുക്കൊന്ന് കാണാൻ പോവുക. അത് നമ്മൾ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ നമ്മളെ ബന്ധത്തിൽ പ്രായമുള്ളവർ ക്ഷീണമായിട്ടിരിക്കണമെങ്കിൽ ഓരൊക്കെ പോയി കാണുക, സന്ദർശിക്കുക, സന്തോഷിപ്പിക്കുക, സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുക. ഉമ്മാന്റെ കൂട്ടുകാരികൾ, വാപ്പാന്റെ കൂട്ടുകാരി, അങ്ങനെയുള്ളവരൊക്കെ പോയി കാണുന്നതും സന്ദർശിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. സിദ്ദീഖ് തങ്ങൾ ഉമർ ഖത്താബ് തങ്ങൾ ആരാണ്? യാ റബ്ബ്, ഈ ഉമ്മത്തിലെ അതിശ്രേഷ്ഠ ഒരു രണ്ടാളും കൂടി പോയി. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഇങ്ങനെയാണ് കേറുമ്പോ, സുബ്ഹാനല്ലാഹ്, ഉമ്മു ഐമന്റെ വീട്ടിലേക്ക് ഇങ്ങനെയാണ് കേറുമ്പോൾ സിദ്ദീഖ് തങ്ങളെ കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീര്. അത് കണ്ട് ഉമർ ഖത്താബ് തങ്ങൾ രണ്ടാളും ഒരേ കരച്ചിൽ. അതപ്പോഴേക്കും ബഹുമാനപ്പെട്ട ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ വല്ലാതെ കരയുന്ന, മൂന്ന് പേർക്കും സംസാരിക്കാൻ കഴിയാതെ വല്ലാതെ ഒരു തേങ്ങിക്കരച്ചിൽ. കൊച്ചു കുട്ടികളുണ്ടല്ലോ, ഒരു തേങ്ങിക്കരച്ചിൽ. ആ കരച്ചിൽ മൂന്ന് പേരും കുറെ സമയം സംസാരിക്കാൻ കഴിയുന്നില്ല. ഏതായിരുന്നു ആ കണ്ണുനീര്? അത് ബുകാഉൽ മഹബ്ബ, മുത്തുനബിയെ ഓർത്തുകൊണ്ട് മഹബത്തിന്റെ കണ്ണുനീരാണ്. മുത്തുനബിയെ ഓർത്തുകൊണ്ട് മഹബത്തിന്റെ കണ്ണുനീരാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകൾ, മുഅ്മിനാത്തുകളെ, ഉമ്മപങ്ങന്മാരെ, നമ്മുടെ ഒക്കെ കയ്യിൽ കണ്ണുനീർ അല്ലാഹു തആല തന്നിട്ടുണ്ട്. റബ്ബിന്റെ മുമ്പിൽ കരയണം വല്ലാതെ. നമുക്ക് മുത്തുനബിനെ കാണണോ? കരയണം. നമുക്ക് ഹൗദുൽ കൗസർ കിട്ടണോ? കരയണം. നമുക്ക് ശഫാഅത്ത് കിട്ടണോ? കരയണം. താജുൽ ഉലമ ഉപ്പാപ്പ ഒരു റമദാനു ശരീഫിൽ 15 ഖത്തം തീർക്കുന്നത് 13 ആയതുള്ളൂ. എത്രയാണ് ഉപ്പാപ്പ കരഞ്ഞത്, എനിക്ക് ഖത്തം തീർക്കാൻ കഴിഞ്ഞില്ലല്ലോ. 10,000 സംബന്ധിക്കുന്ന സമ്മേളനങ്ങളിൽ ഉപ്പാപ്പ അല്പനേരം വഴുതു പറഞ്ഞുകൊണ്ട് കരഞ്ഞില്ലേ? ഒറ്റക്കിരുന്നു കൊണ്ട് ഉപ്പാപ്പാന്റെ പാതിരാവിൽ എത്രയാണ് കണ്ണീരൊഴുക്കിയത്. ഓ പ്രിയപ്പെട്ടവരെ, നമ്മൾ മഹാന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് കുറച്ച് പകർത്തണ്ടേ? കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണം. നമ്മുടെ കണ്ണുനീർത്തുള്ളികൾ നമുക്ക് ആഖിറം സമ്പാദിക്കാനുള്ളതാണ്. കണ്ണുനീരിന്റെ ഫലം അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തിൽ നിയലിട്ട് കൊടുക്കുന്ന 8 മഹാന്മാരെ കൂട്ടത്തിൽ ഒന്നാരാ? അള്ളാഹുവിനെ ഭയപ്പെട്ട് കരയാൻ തൗഫീഖ് കിട്ടിയിരിക്കുന്ന ആളുകളാണ്.
റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ കരഞ്ഞു. പാതിരാവിന്റെ കൂരിരുട്ട്, എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കത്തിൽ. ബഹുമാനപ്പെട്ട ബീവി അള്ളാന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, റബ്ബേ, കച്ചവടക്കാര് വാതിലടച്ചു, രാജാക്കന്മാര് വാതിലടച്ചു, സാധാരണക്കാര് വാതിലടച്ചു. ഈ പാതിരാ സമയത്ത് ഈ നാട്ടിൽ എവിടെയും ഒരാളെ വാതിലും തുറന്നു കിടക്കുന്നില്ല, എല്ലാ വാതിലും അടഞ്ഞു കിടക്കുകയാണ്. റബ്ബേ, ഈ പാതിരാവിന്റെ കൂരിരുട്ടിൽ പാപിയായ പെണ്ണ് നിന്റെ തൗബയുടെ വാതിൽക്കൽ, നിന്റെ റഹ്മത്തിന്റെ വാതിൽക്കൽ, നിന്റെ മഗ്ഫിറത്തിന്റെ വാതിൽക്കൽ ഇതാ കൈ കാണിച്ചു നിൽക്കുന്നു, നീ കാണുന്നില്ലേ അല്ലാഹ്? റാബിഅ ബീബി റളിയല്ലാഹു അൻഹ പാതിരാവിന്റെ കണ്ണുനീർ. അജബൽ ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ, നാം താജുൽ ഉലമയെ പഠിക്കുന്നത്, നാം ഖുറാത്തങ്ങളെ പഠിക്കുന്നത്, നാം സ്വാലിഹീങ്ങളെയും അഹ്ലുൽ ബൈത്തിനെയും പഠിക്കുന്നത് അവരുടെ ഒരു ജീവിതം, യാ റബ്ബ് യാ റബ്ബ്, അതൊക്കെ മനസ്സിലാക്കി അസൂയയില്ലാത്ത മനസ്സ്, വിദ്വേഷമില്ലാത്ത ഹൃദയം, അല്ലാഹു റബ്ബി, ആരോടും അസൂയയില്ലാത്ത പെരുമാറ്റം, അവഗണിക്കേണ്ട ആരെയും പരിഗണിക്കണം. താജുൽ ഉലമ ഉപ്പാപ്പ എല്ലാവരെയും ചേർത്ത് പിടിച്ചു. വികലാംഗരെ, അല്ലാഹ് കണ്ണു കാണാത്തവരെ, മുതഅല്ലിമീങ്ങളെ, അല്ലാഹ് മുഅല്ലിമീങ്ങളെ എത്രയാണ് ചേർത്ത് പിടിച്ചത്. എത്ര ആളുകൾക്കാണ് മനസ്സിന് ശാന്തി നൽകിയത്, എത്ര ആളുകൾക്കാണ് വെള്ളം മന്ത്രിച്ചു കൊടുത്തത്, എത്ര ആളുകൾക്കാണ് ശിഫക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തത്, എത്ര ആളുകളെ കണ്ണീരിന്റെ കഥ, കടം കൊണ്ട് കുടുങ്ങിയിട്ട് സമ്പത്ത് കിട്ടാനുള്ളത് കിട്ടാതെ വിഷമിച്ചിട്ട് അല്ലാഹ് നാളെ ജയിലിൽ പോകേണ്ടി വരും. ബഹുമാനപ്പെട്ട ശൈഖുനാ എ.പി. ഉസ്താദിനോട് പോലും ബഹുമാനപ്പെട്ട താജുൽ ഉലമ യാ റബ്ബ് യാ റബ്ബ്, ഒരു പ്രത്യേക കേസ് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ ചർച്ച നടക്കുമ്പോൾ ഈജിപ്തിലേക്ക് സിയാറത്തിന് പോയിട്ട് ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ നിന്ന് എത്രയോ ദൂരെ നൈൽ നദിയുടെ തീരത്ത് കൂടെ യാത്ര ചെയ്തു പോകണം. അതൊരു കൃഷി ഏരിയയാണ്. അഹ്മദുൽ ബദവി തങ്ങളെ തന്ത എന്നാണ് ആ സ്ഥലത്തേക്ക് പറയാ. അവിടെ ചെന്നിട്ട് അഹ്മദുൽ ബദവി തങ്ങളെ ആ ഖബറിന്റെ അടുത്ത് ഒരു ദ്വാരമുണ്ട്, അതിൽ നോക്കിക്കൊണ്ട് സങ്കടപ്പെട്ടാൽ താജുൽ ഉലമ ഉപ്പാപ്പ എ.പി. ഉസ്താദിന് പറഞ്ഞു, എ.പി. ആ ഓട്ടയിൽ നിങ്ങളെ സങ്കടാണ് പറഞ്ഞോളിയും, കേസൊക്കെ തുമ്പില്ലാതെ പോയിക്കോളുന്നു. ആ പറഞ്ഞു. പിന്നെ ആ കേസ് ഇവിടെ അഡ്രസ് കിട്ടിയിട്ടില്ല. യാ റബ്ബ് യാ റബ്ബ്. പണ്ട് വയനാട്ടിൽ തരുവണ ഒരു തല്ലുണ്ടായി, മുസ്ലിമീങ്ങളും മറ്റാൾക്കാരും തമ്മിൽ. അപ്പൊ പോലീസിന്റെ വണ്ടി അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് പോലീസ് നോക്കി ആരാണ് ഇതിന്റെ പ്രധാന കക്ഷി. അപ്പൊ മുസ്ലിമീങ്ങൾ തല്ലുമ്പോഴൊക്കെ മൊയ്തീൻ ഷേഖ് എന്ന് പറഞ്ഞാണ് തല്ലണത്. അപ്പൊ ഒന്നാം പ്രതി മൊയ്തീൻ ഷേഖിനെ എഴുതി FIR-ൽ. ഇപ്പോഴും പുറത്തം കിട്ടിയിട്ടില്ല. അപ്പോ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പ അഹ്മദുൽ ബദവി തങ്ങൾ ഇവിടുന്ന് പറഞ്ഞോളിയാണ്, അവിടെയാണ് കണ്ണീരൊഴുക്കി. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ കയ്യിൽ അള്ളാഹു തന്ന നിധിയാണ് കണ്ണുനീര്. കണ്ണുനീര് റബ്ബിന്റെ മുമ്പിൽ ഉറ്റു വീണോ, യാ റബ്ബ് യാ റബ്ബ്. പക്ഷേ നമ്മളൊക്കെ തയ്യാറാകാം. ഞാൻ നിർത്തി എൻ്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട് ഇന്ന് ഇവിടെ വന്നപ്പോ തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പയുടെ മോനും നമ്മളെ സിറാജും ഖുറാത്തങ്ങളെ മോനും ഇവരൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ന് പരിപാടി വെച്ചത്, സാധാരണ എനിക്ക് പിന്നെ പരിപാടി വെക്കൽ ഇവിടെ സമാപനത്തിനാണ്, അപ്പൊ ഇന്ന് പരിപാടി വെച്ചതിന് എന്തിനാണ്? അപ്പോ ഇന്ന് പരിപാടി വെച്ചതിന് എന്തിനാണ്? കുറച്ച് കൂടുതൽ വയല് പറയാനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നീട്ടി വയല് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ ഇരുത്തം കാണുമ്പോൾ അൽഹംദുലില്ലാഹ് ഒരു വയല് കേൾക്കാനുള്ള താല്പര്യത്തിൽ ഇരിക്കുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. അല്ലാഹു നമുക്ക് ഖൈറ് തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഔസുൽ ആലം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ബഹുമാനപ്പെട്ട ഔസുൽ ആലമിന്റെ മാസമായി മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ റബീഉൽ ആഖിർ യാ സ്വാഹിബൽ ബഗ്ദാദി കുല്ലി നാസിരി യാ മത്ലബൽ ഹാജാതി അബ്ദുൽ ഖാദിരി. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ, ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ വിചാരിച്ചത് എന്താ, മുഹീദ്ദീൻ ഷെയ്ഖ് എൻ്റെ നാട്ടുകാരനാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് റിഫായി ഷെയ്ഖൊക്കെ എൻ്റെ നാട്ടിലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്താ കാരണം? ചെറിയ പ്രായത്തിൽ നമ്മളെ വീട്ടിനൊന്നും അന്ന് മതിലില്ല.
ഈ വീട്ടിലത്തെ ആടും കോഴിയും ഒക്കെ അങ്ങോട്ട് പോകും, അവിടുത്തെ ആടും കോഴി ഇങ്ങോട്ട് വരും, ഇവിടുത്തെ കുട്ടികൾ അങ്ങോട്ട് കളിക്കാൻ പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അതാണ് മതിലും ചുറ്റുമതിലും ഒന്നും ഇല്ല. അപ്പൊ നോക്കുമ്പോ രാവിലെ ഓരോ വീട്ടിൽ നിന്നും കോഴിക്കളെ വിട്ടാൽ കോഴികളൊക്കെ നമ്മളെ വീട്ടുമുറ്റത്ത് കൂടെ അങ്ങനെ വരും. അപ്പൊ ഒരു 10-15 കോഴി. ആ കോഴിക്കളിടയിൽ ഒരു കോഴി, നല്ല പൂവൻ കോഴി സിറാജ്. എന്താണ് ആ കോഴിനെ അങ്ങനെ കണ്ടാൽ അതിന്റെ കാലും അതിന്റെ പൂവും ഒക്കെ അതിങ്ങനെ വല്ലാത്ത ഒരു ഗമീര്. ആ മറ്റ് കോഴിക്കളിടയിൽ ഈ പൂവൻ കോഴി ഇങ്ങനെ നടക്കണ കണ്ടാലോ ഒന്നാം ദർസിൽ മുദരിസ് നടക്കണ ഗമീര. അങ്ങനത്തെ ഒരു വല്ലാത്ത ഒരു ഗെറ്റപ്പില നടത്താണത്. അപ്പൊ ആ കോഴി ഇങ്ങനെ നടക്കാണ്ടപ്പോ ഞാൻ ഉമ്മാനോട് ചോദിച്ചു, ആ കോഴി ഏതാന്ന്? അത് മൊയ്തീൻ ഷേഖിന്റെ കോഴിയാണ്. അപ്പൊ ഉറപ്പായില്ലേ മൊയ്തീൻ ഷേഖ് നമ്മളെ അടുത്ത് തന്നെയാണ്, നമ്മൾ ചെറിയ കുട്ടിയല്ലേ, അത് മൊയ്തീൻ ഷേഖിന്റെ കോഴിയാണ്. ഇന്റെ ഉപ്പയാണെങ്കിൽ ആ നാട്ടിലിങ്ങനെ നമ്മളാ 100 വീടുകളുണ്ട്, അവിടെയൊക്കെയുള്ള വീട്ടിലൊക്കെ പോയി ഒരു യാസീനോദി ദ്വാരക്കണേ അങ്ങനെ ഒരു ചെറിയ മൂല്യാണ്, നിസ്കാരപ്പള്ളിയിൽ ഇമാമൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ആളാണ്. ഇപ്പം ഇങ്ങനെ ചെറുപ്പത്തിൽ നല്ല ഖുർആൻ ഓതിയിട്ട് ഇപ്പ ഓരോ മാസം 5 ഖത്തം 6 ഖത്തം ഖുർആൻ ഓതി തീർക്കും. അങ്ങനെ ഇപ്പ വേർന്നു, കുറച്ചോനെ എൻ്റെ മോനെ നന്നാക്കണേ. അങ്ങനെയാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കാനായത്. ഇപ്പാക്ക് സുഖമില്ലാതെ കുറച്ച് ആസ്പത്രിയിൽ കിടന്നപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് അസുഖത്തിന് വിഷമമൊന്നുമില്ല, പക്ഷെ ഈ മാസം ഖുർആൻ ഓതാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന്. അതാ പഴമക്കാർ. അപ്പൊ ഇപ്പം ആ പരിസരത്തുള്ള വീടുകളിലൊക്കെ ഇങ്ങനെ. അപ്പൊ ഉപ്പ പറഞ്ഞു, ഇന്ന് മൊയ്തീൻ ഷേഖിന്റെ കോയിനർത്ഥത്തിന് അവിടെ ഒരു പെരീരൊന്ന് ദ്വാരം കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇപ്പൊ പോയി 1/2 മണിക്കൂർ കൊണ്ട് തിരിച്ചു വന്നു. അപ്പൊ എനിക്ക് ഉറപ്പായി മൊയ്തീൻ ഷേഖിന്റെ കോയിനർത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് 1/2 മണിക്കൂർ കൊണ്ട് വന്നല്ലോ. അപ്പൊ മൊയ്തീൻ ഷേഖ് ഇവിടെ തന്നെയല്ലേ. പിന്നെ നമ്മളെ പള്ളിക്കത്തെ ഉസ്താദുമാരൊക്കെ ദ്വാരക്കാൻ വേണ്ടി കൈവന്ദിച്ചാൽ അപ്പം ഷെയ്ഖുൽ ആലം ഔസുൽ ആലം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അപ്പൊ നമുക്ക് കൂടുതൽ ഉറപ്പായി മൂപ്പര് ഇവിടെ തന്നെയാണ്. അല്ലാഹു റബ്ബി, നമ്മള് വലുതായി കിതാബും ബാക്കിയുള്ളതൊക്കെ നോക്കി ലോകം പരിചയപ്പെട്ടിരിക്കുമ്പോഴല്ലേ എവിടെ മൊയ്തീൻ ഷേഖ് തങ്ങള്. ഇന്നത്തെ ഇറാഖും ഇറാനും അതിർത്തി പങ്കിടുന്ന സ്ഥലത്തുള്ള ഒരു വലിയ പ്രദേശമാണ് തൊബരിസ്ഥാൻ. തൊബരിസ്ഥാൻ ഡിസ്ട്രിക്റ്റിലെ ഒരു പഞ്ചായത്താണ് കൈലാൻ. ആ കൈലാൻ പഞ്ചായത്തിലെ ഒരു ഗ്രാമമാണ് ജീലാൻ. അതാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ കൈലാനി എന്ന് പറയും, ജീലാനി എന്ന് പറയും. ഇങ്ങനെ നമ്മളിപ്പോ ദൂരെ എവിടെയെങ്കിലും പോയാൽ ഞങ്ങൾ ഏത് നാട്ടുകാരനെന്ന് വെച്ചാൽ ഇന്ത്യക്കാരനാണ് അല്ലേ. ഇതിലൊക്കെ പോയാൽ നമ്മൾ കേരളത്തിലാണ് അല്ലേ. ഇവിടെ കണ്ണൂർ കൂടെ പോയാൽ നമ്മള് അപ്പൊ അത് ആ സ്ഥലത്ത് അതാണ് അബ്ദുൽ ഖാദർ ജീലാനി കൈലാനി രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് പഞ്ചായത്തും ഒന്ന് ഗ്രാമം ഒന്ന് കൂട്ടിയാൽ മതി. അതൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണ്. ആലിമീങ്ങൾ ദർസ് അടക്കുമ്പോൾ അതിനൊക്കെ വേറെ കുറെ പറയാണ്ട്, അത് നിങ്ങൾ ഓതാൻ പോയി പഠിച്ചോളൂ. അള്ളാഹു തആല ഖൈർ നൽകട്ടെ. അപ്പോ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ നാടിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ നാടിന്റെ പ്രത്യേകത? മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ ജനിച്ച നാട് ഏകദേശം കേരളത്തോട് സാമ്യമുള്ള മലകളും പർവ്വതങ്ങളും മരങ്ങളും അതുപോലെ തന്നെ ചെടികളും കൃഷികളും അതുപോലെ തന്നെ മൃഗങ്ങളും അതേപോലെ തന്നെ പണ്ട് പ്രാണികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കേരളം പോലത്തെ ഒരു സ്ഥലമാണ് തൊബരിസ്ഥാൻ പ്രദേശം. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് തങ്ങളൊക്കെ അരിഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കും വളർന്നിട്ടുണ്ടാവുക എന്ന് വരെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെൽകൃഷിയുള്ള സ്ഥലമാണ് മുഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ രാജ്യം. അതുകൊണ്ടാണ് അക്കാലത്ത് മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ വീട്ടിൽ 2 സഹോദരിമാര്. ഒന്ന് മുഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ ഉമ്മ ബീവി ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ. ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ സഹോദരിമാരൊക്കെ പഠിച്ചു വെക്കണം. നല്ല പേര് കാണുമ്പം അത് എഴുതി വെക്കണം. കുട്ടി ഉണ്ടായ പേരിടാൻ. ഇത് നമ്മൾ കുട്ടി ഉണ്ടായതിന്റെ ശേഷം പിന്നെ പാതിരാക്ക് ഫോൺ ചെയ്യാൻ. നാളെ രാത്രി 2.5 മണിക്കൂർ ചങ്ങായി ഫോൺ ചെയ്തു, ഉസ്താദേ ഭാര്യ ഇപ്പം പ്രസവിച്ചിട്ടുള്ളൂ, നല്ലൊരു പേരുമാണ്. അപ്പൊ ഒരു പേര് പറഞ്ഞു കൊടുത്തു, അത് ഓനത്ര ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമത്തേത് പറഞ്ഞപ്പോ പറഞ്ഞു അത് നമ്മളെ നാട്ടിലുള്ള പേരാണ്. മൂന്നാമത്തെ പറഞ്ഞപ്പോ പറഞ്ഞു അത് വീട്ടിലുണ്ട്. എനിക്കിങ്ങനെ പാതിരാക്കി 2 മണിക്കാണ്. ഇനിയിപ്പോ നമ്മളൊരു മൊയിലാറിലെ ദേഷ്യം പിടിക്കാണ്ട് വിചാരിച്ച അങ്ങനെ ഒപ്പിച്ച് 10 പേരെ ഏതായാലും പറയാൻ തീരുമാനിച്ചു. പിന്നൊന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അത് ഭാര്യ വീട്ടിലുണ്ട്. 9 എണ്ണം കഴിഞ്ഞു. അപ്പൊ ഞാൻ ബദരീങ്ങളെ പേരിന്ന് ഒരു പേര് തെരഞ്ഞെടുത്ത് മട്ടാക്കിയിട്ട് ഇംഗ്ലീഷിൽ എഴുതിയാലും മലയാളത്തിൽ എഴുതിയാലും അറബിയിൽ എഴുതിയാലും ഒക്കെ വായിക്കാം. ആ പേര് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അതൊരു പഴയ പേരാണ്, എന്നാ എന്റെ കുട്ടിക്ക് ചൊവ്വാഴ്ച രാകുന്നിട്ടുള്ളതാണ്. അല്ലാതെ പിന്നെ എന്താ വേണ്ടത്? പേര് അപ്പൊ തന്നെ എടുക്കണ്ട. നല്ല നല്ല പേര്. മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ അമ്മയാരാ? ബീബി ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ. അല്ലാഹു റബ്ബി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ.
സുബ്ഹാന ജല്ല ജലാലു, എത്ര നല്ല നല്ല പേരുകൾ കാണാം. അപ്പോ അവിടെ വീട്ടിലുള്ളതാരാ? 2 പെണ്ണുങ്ങളാ മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ വീട്ടില്. ഒന്നാരാ? മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ ഉമ്മ. മറ്റൊന്നാരാ? മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ വാപ്പന്റെ പെങ്ങള് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീബി പറഞ്ഞ റസൂലുള്ളാഹിന്റെ ഭാര്യ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അതല്ല. ആ 2 പെണ്ണുങ്ങളാ അവിടെ ഉള്ളത്. ആ കാലത്ത് നാട്ടുകാർ കൃഷി ചെയ്തിട്ട് ജീവിക്കാണ്. ആ നാട്ടിൽ കൃഷി ചെയ്ത് ജീവിക്കാണ്. പക്ഷേ കൃഷിക്ക് വെള്ളം വേണ്ടേ? വെള്ളമില്ല. മഴയില്ലാതെ നാട്ടുകാർ വിഷമിച്ചു, പ്രയാസപ്പെട്ടു, കണ്ണീർ കഴുത്തിലായി. പക്ഷികളൊക്കെ ചിറക് കരിഞ്ഞ് വീഴാൻ തുടങ്ങി. കൃഷികളൊക്കെ ഉണങ്ങിപ്പോയി. ഗർഭിണികൾക്ക് പ്രസവത്തിന് ബുദ്ധിമുട്ട് വന്നു. ഗർഭിണികളുടെ മുലയിൽ പാലില്ലാത്ത അവസ്ഥ വരെ എത്തി. അത്രയും മഴ കിട്ടാതെ വിഷമിച്ചപ്പോൾ നാട്ടിലെ ഉമ്മപങ്ങന്മാരൊക്കെ ചേർന്ന് സംഘടിച്ചു. അവരൊക്കെ കൂടെ പോയി എവിടെ? മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ വീട്ടിൽ. അവിടെ അത്ഭുതം നേരത്തെ കണ്ടിട്ടുണ്ട്. അതെന്താ? മൊഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു മുതലായ റമളാനിൽ മുല കൂടിക്കും കാലം 30 നാളിലും മുലനെ തൊടാത്തോവർ. ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ ഷേഖ് ആകുന്ന ചോര പൈതൽ പ്രസവിക്കപ്പെടുന്ന റമളാൻ. ആ പ്രസവിച്ച അന്ന് മുതൽ റമളാൻ 30 ദിവസവും പകൽ സമയത്ത് ബഹുമാനപ്പെട്ടവർ അമ്മിഞ്ഞപ്പാല് കുടിച്ചിട്ടില്ല. ഇത് നാട്ടിൽ പ്രസിദ്ധമായത് എപ്പോഴാണെന്നറിയോ? നാട്ടിൽ പ്രസിദ്ധമായത് റമളാൻ ശരീഫിലെ മാസപ്പിറവിൽ ഒരു തർക്കം വന്നു. റമളാനാണോ അല്ലേ? അപ്പൊ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞു, അല്ലാഹു റബ്ബി അബൂ സാലിഹ് തങ്ങൾക്ക് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്. ആ കുട്ടി റമളാനിൽ ഒറ്റ ദിവസവും പകല് ഭക്ഷണം കഴിച്ചിട്ടില്ല, അമ്മിഞ്ഞപ്പാല് കുടിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്കൊന്ന് പോയി ചോദിച്ചു നോക്കാം. അങ്ങനെ പ്രസിദ്ധമായ വീടാണത്. സുബ്ഹാനല്ലാഹ്. ആ വീട്ടിലേക്ക് ജനങ്ങൾ ഒന്നായിട്ട് ഒഴുകി. ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ ഉമ്മാനോടും അതേപോലെ തന്നെ അമ്മായിനോടും അവർ പോയിട്ട് പറഞ്ഞു, ഉമ്മമാരെ, മഴയില്ലല്ലോ, വിഷമിച്ചല്ലോ, നമ്മൾ കുടുങ്ങിപ്പോയല്ലോ, കൃഷി ഉണങ്ങിപ്പോകാണല്ലോ, രാജ്യം പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. അതങ്ങ് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ പെങ്ങൾ, മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ അമ്മായി, ബാപ്പന്റെ പെങ്ങൾ, മുപ്പത്തി എന്ത് ചെയ്തു? ഒരു ചൂലില്ലേ അടിച്ചു വൃത്തിയാക്കാൻ, ആ ചൂലെടുത്തിട്ട് ബഹുമാനപ്പെട്ട ഉമ്മ ഒതുവോടുകൂടെ ബഹുമാനപ്പെട്ട ബീവി കുറച്ച് സ്ഥലം ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കി, സ്ഥലം ഇങ്ങനെ ശരിക്കും അടിച്ച് വൃത്തിയാക്കി നല്ല ശുദ്ധിയാക്കി വെച്ചിട്ട് ബഹുമാനപ്പെട്ട ബീവി ആ കളത്തിൽ ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കിയ സ്ഥലത്ത് നിന്നിട്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. ആ മഴയ്ക്ക് വേണ്ടി അങ്ങോട്ട് ദുആ ചെയ്തപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ നിന്ന് ചോദിച്ചപ്പോൾ മഴ കിട്ടിയതുപോലെ റഹ്മത്തിന്റെ മഴ അങ്ങോട്ട് വരാൻ തുടങ്ങി. അല്ലാ മഴ ചോദിച്ചു വന്ന ആ ഉമ്മമാര് മുഴുവനും തിരിച്ചു പോകുന്നത് മഴ കൊണ്ടുകൊണ്ട് നനഞ്ഞിട്ടാണൊക്കെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഓ പ്രിയപ്പെട്ടവരെ, ഇന്നും നമുക്ക് മദീനത്തെ പള്ളിയിൽ പോയാൽ, മദീന പള്ളി ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ, പിന്നെ കുറച്ചാണ് വളഞ്ഞിട്ട് എൽ ഷേപ്പിലുള്ള മദീന പള്ളി. ആ എൽ ഷേപ്പിലുള്ള പള്ളിക്ക് ഇപ്പോ 42 വാതിലാണ്. 42 വാതിൽ. ആദ്യത്തെ മദീനത്തെ പള്ളി 70 മുഴം നീളത്തിലും 70 മുഴം വീതിയിലും. അതാണ് മുത്തനബി ഉണ്ടാക്കിയ പള്ളി. പിന്നെ ഹിജ്റ 7-ാം വർഷം ഹുദൈബിയ സന്ധിക്ക് ശേഷം ആളുകൾ ഇസ്ലാമിലേക്ക് കൂടുതൽ വന്നു. അന്ന് നബി തങ്ങൾ അത് ഒന്നുകൂടി വികസിപ്പിച്ചു. ആ വികസിപ്പിച്ച അടയാളം ഇപ്പൊ അവിടെ കാണാം. ഹദ്ദ് മസ്ജിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് റസൂലുള്ളാഹിന്റെ പള്ളി. ആ പള്ളിയിൽ നോക്കുമ്പോൾ നമുക്ക് ആ എൽ ഷേപ്പിൽ ഇങ്ങോട്ട് മാറിക്കണം. ആ പള്ളിക്ക് 6 വാതിലാണ്. ആ പള്ളിക്ക് എത്ര വാതില? 6 വാതിൽ. 1 നമ്പർ 1 ബാബു സലാം, നമ്പർ 2 ബാബു സുദ്ദീഖ്, നമ്പർ 3 ബാബു റഹ്മ. ഈ 3 വാതിലിന്റെ നേരെ സൂത്രത്തിൽ ബാബു സലാമിന്റെ നേരെ സൂത്രത്തിൽ അപ്പുറത്തെ ബാബുൽ ബക്കീർ, ബാബു സുദ്ദീഖിന്റെ നേരെ സൂത്രത്തിൽ അങ്ങേ ഭാഗത്ത് ബാബു ജിബ്രീൽ, ബാബു റഹ്മയുടെ നേരെ സൂത്രത്തിൽ അപ്പുറത്ത് ബാബു നിസാ. ഈ 6 വാതിലാണ് മുത്തനബിന്റെ പള്ളി. അതിൽ ഒരു വാതിലിന്റെ പേരെന്താ? ബാബു റഹ്മ. ആ വാതിലിന് എന്തേ ആ പേര് കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വഹാബി കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, മഴയില്ലാതെ വിഷമിച്ചല്ലോ, വെള്ളമില്ലാതെ ഇനി ഒരു സെക്കൻഡ് ജീവിക്കാൻ കഴിയില്ല, പക്ഷികളൊക്കെ ജറക് കരിഞ്ഞ് താഴെ വീഴുകയാണ്, മരങ്ങളും ചെടികളൊക്കെ ഉറങ്ങിപ്പോയി, അള്ളാഹ് ഗർഭിണികൾ പ്രസവിച്ച കുട്ടി മരിച്ചു പോകുന്ന അവസ്ഥയാണ്, അള്ളാഹ് വല്ലാത്ത സങ്കടം പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി
തീരെ മേഘത്തിന്റെ ഒരു കഷ്ണം പോലും ഇല്ലാത്ത സമയത്ത് റസൂലുള്ളാഹി അങ്ങ് കൈ കാണിച്ചപ്പോൾ ഒന്നായിട്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ മദീനയിൽ ഒന്നായിട്ട് മേഘം മൂടി. ജുമുഅ കഴിഞ്ഞ് സ്വഹാബാക്കൾ നനഞ്ഞു കുളിച്ചുകൊണ്ടാണ് പോകുന്നത്. നല്ല മഴ, ഒരാഴ്ച മഴ തിമർത്ത് പെയ്തു, ഒരാഴ്ച ശക്തിയായ മഴ. പടച്ചോനെ, മഴ കൊണ്ട് കുടുങ്ങി. പിറ്റേത്തെ വെള്ളിയാഴ്ച അതേ സ്വഹാബിയോ അല്ലെങ്കിൽ മറ്റൊരു സ്വഹാബിയോ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് മിമ്പറിലേക്ക് കയറി വന്നു. റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, ഇനിയും മഴ പെയ്താൽ രാജ്യം മുഴുവൻ ഇല്ലാതാകും, വീടുകളൊക്കെ തകർന്നു പോകും. അപ്പോ ആ സ്വഹാബി വന്ന് ചോദിച്ചിട്ട് റഹ്മത്തിന്റെ മഴ കിട്ടിയ സ്മാരകമായിട്ടാണ് ആ വാതിലിന്റെ പേര് ബാബുർ റഹ്മ. ആ വാതിലിന്റെ പേര് ബാബുർ റഹ്മ. ഇപ്പത്തെ മദീനത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ഫഹദ് രാജാവിന്റെ കാലം, റസൂലുള്ളാഹിന്റെ കാലത്ത് വികസനം നടന്നു, സ്വഹാബാക്കൾ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് വികസനം നടന്നു, ഉമർ രണ്ടാമൻ, ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ കാലത്ത് വികസനം നടന്നു. വികസിച്ച് ജലാലത്തുൽ മലിക് എന്ന സ്ഥാനപ്പേരിൽ നിന്ന് മാറിയിട്ട് ജലാലത്തുൽ മലിക് മാറിയിട്ട് എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട ഫഹദ് രാജാവിന്റെ കാലത്ത് ഖാദിമുൽ ഹറമൈൻ എന്ന് പേര് വെച്ചു. ബഹുമാനപ്പെട്ടവർ വികസനം തുടങ്ങി. ആ വികസനം ഇപ്പൊ എവിടെ എത്തി നിൽക്കാന്നറിയോ? 12 ലക്ഷം ആളുകൾ പള്ളിക്കകത്തും 8 ലക്ഷം ആളുകൾ പള്ളിന്റെ പുറത്തും 20 ലക്ഷം ആളുകൾ ഒറ്റ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഗാംഭീര്യമുള്ള, ഏറ്റവും പ്രൗഢമായ, ഏറ്റവും ഭംഗിയുള്ള കെട്ടിടം അതാണ് മസ്ജിദുൻ നബവി, അതാണ് മദീനത്തെ പള്ളി. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ മസ്ജിദുൻ നബവിയിലേക്ക് ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ എല്ലാ ലോകത്തിന്റെ ഭാഗത്തു നിന്നും അങ്ങോട്ടേക്ക് ഒഴുകുകയാണ്. എങ്ങനെയാണ് ഒഴുകുന്നത്? മുത്തുനബിന്റെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട്, സലാം ഇങ്ങനെ ചൊല്ലിയിട്ട്, കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീരിങ്ങനെ ഒഴുക്കിയിട്ട്, അല്ലാ അല്ലാ, ആ കണ്ണുനീരാണ് ഒഴുക്കിയിട്ട് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ അമ്മായി അള്ളാഹിനോടാണ് കണ്ണുനീരൊഴുക്കിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ നാട്ടുകാർക്ക് മഴ കിട്ടിയില്ലേ? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെയൊക്കെ കയ്യിൽ കണ്ണുനീരുണ്ട്. പടച്ച റബ്ബെന്നെ കൈയൊഴിക്കൂല, അള്ളാഹു എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന റജായ് പ്രതീക്ഷയോടുകൂടെ, എന്ന ഖൗഫോടുകൂടെ, മഹബത്തോടുകൂടെ നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ കരഞ്ഞോ, നമുക്ക് ഉറപ്പാണ് നമ്മുടെ ആഖിറം രക്ഷപ്പെടും, നമ്മുടെ ദുനിയാവും രക്ഷപ്പെടും. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ ഐഹികവും പാരത്രികവുമായ വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമേ, സാധുക്കളായ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാഹ്, തഖ്വ നൽകണേ അല്ലാഹ്, ഇഖ്ലാസ് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹ്, താജുൽ ഉലമ ഉപ്പാപ്പയും അവിടുത്തെ ബീവിയും അതേപോലെ തന്നെ ഒട്ടേറെ അഹ്ലു ബൈത്ത് വിശ്രമിക്കുന്ന ഈ നാട്ടിൽ എത്ര മഹാന്മാരാണ് വിശ്രമിക്കുന്നത്. അവരുടെ ഒക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് പടച്ചവനെ ഈ നാട്ടിനും നാട്ടുകാർക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളൊക്കെ വീടിനും വീട്ടുകാർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. ഒരപകടത്തിലും പെടുത്തല്ലേ അല്ലാഹ്, ഒരാഫത്തിലും കൊടുക്കല്ലേ അല്ലാഹ്, വലിയ രോഗങ്ങൾ നൽകി പരീക്ഷിക്കല്ലേ അല്ലാഹ്. അർഹമുർ റഹീമേ, കിഡ്നി രോഗം നൽകല്ലേ അല്ലാഹ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് ഓശാരമായി കിട്ടിയ ഒരു അവയവം മാറ്റിവെക്കേണ്ടതോ മുറിച്ചു കളയേണ്ടതോ ആയ രോഗം തരല്ലേ അല്ലാഹ്. അർഹമുർ റഹീമേ, ഖുറാത്തങ്ങൾ ഉപ്പാപ്പയും ബഹുമാനപ്പെട്ട ഉപ്പാപ്പ താജുൽ ഉലമയും ഞങ്ങളെ വിട്ടുപിരിഞ്ഞല്ലോ. അവരെ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവർ കാണിച്ചു തന്ന വഴിയിൽ ഞങ്ങളെ നീ ഹക്കായ മാർഗത്തിൽ നിലനിർത്തണേ അല്ലാഹ്. അർഹമുർ റഹീമേ, മണിക്കൂറുകളായി ഉമ്മമാരും പെങ്ങന്മാരും ചെറിയ കുട്ടികളെ മടിയിലിരുത്തിയിട്ടും അമ്മിഞ്ഞപ്പാൽ കൊടുക്കുന്ന കുട്ടികളെ ഇരുത്തിയിട്ടുമൊക്കെ എത്ര ഉമ്മപെങ്ങന്മാരാണ് വഅദ് കേട്ടിരിക്കുന്നത്. എല്ലാവർക്കും നീ റാഹത്ത് കൊടുക്കണേ അല്ലാഹ്, നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമേ, ഉപ്പാപ്പയുടെ പരിസരത്ത് താമസിക്കുന്ന എല്ലാ വീടുകളിൽ നിന്നും ക്യാൻസറിനെ നീ ദൂരീകരിക്കണേ അല്ലാഹ്. ശാരീരിക മാനസിക രോഗങ്ങളിൽ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. കടബാധ്യതയിൽ കുടുക്കി ഞങ്ങളെ കണ്ണീരിലാക്കല്ലേ അല്ലാഹ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും നേരത്തെ ഓർമ്മപ്പെടുത്തിയ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതഅല്ലിമീങ്ങൾ, നമ്മുടെ മുദരിസുമാർ 2 പേരും പ്രധാന ഉസ്താദുമാർ ഇവിടെ ഉണ്ട്. മുതഅല്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 12 വയസ്സ് മുതൽ 23 വയസ്സിന് ഇടയ്ക്കുള്ളവരാണ് നമ്മുടെ മുതഅല്ലിമീങ്ങൾ. നല്ല ഭക്ഷണം കഴിക്കേണ്ട സമയമാണ്.
അതുകൊണ്ട് നല്ല ഭക്ഷണം കൊടുക്കണം, എന്നെങ്കിലേ കുട്ടികൾക്ക് ഓതിപ്പടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഓതിപ്പടിച്ച് പൂർത്തിയായാൽ ഇപ്പൊ കണ്ടങ്ങൾ ഞാൻ വയലിന് നിന്നിട്ട് മണിക്കൂറത്തരായി, ഒരു ക്ഷീണമല്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇരിക്കാണോ ഇഞ്ഞും പറയും. അള്ളാഹു ആഫിയത്ത് തരട്ടെ. അതിലൊന്നും തോറ്റു കൊടുക്കേണ്ട യാതൊരു ഗതിയോടും ഇതുവരെ അള്ളാഹ് തന്നിട്ടില്ല. പക്ഷെ എന്ത് വേണം? ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് കഴിക്കണം. മുതഅല്ലിമീങ്ങളാകണ കാലത്ത് നല്ലോണം ഭക്ഷണം കഴിക്കണം. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഉള്ള നമ്മളെ സ്ഥാപനത്തിലെ ഒരു ദിവസത്തെ കഫാലത്ത്, ഒരു ദിവസത്തെ ചെലവ്, അതെങ്ങനെ? കുട്ടികൾക്കും ഉസ്താദിനും ഇനി ആരെങ്കിലും ഒന്ന് വിരുന്ന് വന്നാൽ ഓർക്കും ഒക്കെ ഉള്ള ഒരു ഭക്ഷണം, അതൊക്കെ കൂടെ കൂട്ടിയാൽ ഒരു ദിവസത്തിന് ഇപ്പോഴുള്ള കറക്റ്റ് കണക്കനുസരിച്ച് 11,000 റുപ്യ വേണം. കൊല്ലത്തിൽ ഒരു 11,000, കൊല്ലത്തിൽ ഒരു 11,000. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം തിരഞ്ഞെടുത്തോളൂ. ബാപ്പ മരിച്ച ദിവസം, ഉമ്മ മരിച്ച ദിവസം, അതേപോലെ തന്നെ നമ്മൾ കല്യാണം കഴിച്ച ദിവസം, നമ്മൾ ജനിച്ച ദിവസം, നമുക്ക് കുട്ടി ഉണ്ടായ ദിവസം, അങ്ങനെയൊക്കെ നമുക്ക് സ്മരിക്കേണ്ട ദിവസം ഉണ്ടല്ലോ. അങ്ങനെ ഒരു കൊല്ലത്തിൽ ഒരു ദിവസം, അങ്ങനെ നമുക്കൊരു 300 ആളുകളെ കിട്ടിയാൽ, അല്ലേ മദനി സാഹിബ്, ഒരു 300 ആളെ നമുക്ക് കിട്ടിയാൽ നമുക്ക് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ സുഖമായിട്ട് സാധിക്കും. അതൊരു ഭാഗത്ത് സുഖമായിട്ട് നടന്നാൽ നമുക്ക് പുരോഗതി ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് സ്ഥാപനത്തിന് കെട്ടിടം ഉണ്ടാക്കൽ, മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കൽ ഒക്കെ നടക്കും. ഇല്ലെങ്കിൽ പിന്നെ എത്ര കിട്ടിയാലും അത് ഏതൊക്കെ പോകും? ഭക്ഷണത്തിന് പോകും. അതുകൊണ്ട് ഒരു ദിവസത്തെ കഫാലത്ത്, ഒരു ദിവസത്തെ ഭക്ഷണ ചെലവ് അത് എൻ്റെത്. അങ്ങനെ ഒരു 11,000 ഉമ്മമാര് നിയത്ത് ചെയ്യുക, ഉപ്പമാര് നിയത്ത് ചെയ്യുക. ഓൺലൈനിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. താജുൽ ഉലമ ഉപ്പാപ്പക്ക് വേണ്ടി, ഉപ്പാപ്പ ഇഷ്ടപ്പെട്ട ദർസ്, ഉപ്പാപ്പ ഇഷ്ടപ്പെട്ട